നമസ്കാരം സ്വാമിജി. അങ്ങ് വടക്ക് കുംഭമേള വിസ്മയമായിരുന്നു. ഇന്നിപ്പോൾ തെക്ക് കേരളത്തിൽ കുംഭമേള അതിവിസ്മയമാവുന്നുണ്ടോ? തിരുനാവായ കുംഭമേളയെക്കുറിച്ച് സ്വാമിജി CT വില്യംസ് ഖാനിനോട് സംസാരിക്കുന്നു. ബ്രഹ്മദേവന്റെ യജ്ഞഭൂമി എന്ന യാഗഭൂമി എന്ന ഐതിഹ്യമുറങ്ങുന്ന തിരുനാവായയിൽ പുരാതന പൗരാണിക കാലം മുതലേ നടന്നു വന്നിരുന്ന മാഘം 271 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാൽ തടയപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം പുനരുജ്ജീവനത്തിനുള്ള പല പ്രയാസങ്ങളും ശ്രമങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം അങ്ങനെ ഭംഗിയായി മുന്നോട്ട് പോയില്ല. 2016 മുതൽ പക്ഷെ മുടങ്ങാതെ ചെറിയൊരു നിളാപൂജയും സന്യാസിമാരുടെ സത്സംഗവും ഒക്കെ നടന്നു വരുന്നുണ്ട്. അതിന് മാഘത്തിൻ്റെ ചിട്ടവട്ടങ്ങളിലേക്ക് ക്രമീകരിക്കുകയാണ് ഈ വർഷം ഉണ്ടായത്. അത് 2028 ഇവിടെ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന ദിവ്യമായിട്ടുള്ള സിംഹസ്ഥ എന്ന മുഹൂർത്തം വ്യാഴം ചിങ്ങരാശിയിലേക്ക് വരുന്നത്. ആ 2028 സിംഹസ്ഥ എന്ന മഹാകുംഭമേളയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ധാർമ്മിക സംഗമത്തിന് വേണ്ടിയിട്ട് അതിൽ ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളിലെയും ആചാര്യന്മാരിവിടെ എത്തിച്ചേരുമെന്നും കുംഭമേളകൾക്ക് സമാനമായിട്ടുള്ള ശിബിരങ്ങളും അതിനനുസരിച്ചിട്ടുള്ള ആധ്യാത്മിക, ധാർമ്മിക, സാമാജിക പരിപാടികളും എല്ലാം നടക്കും എന്നുമാണ് നമ്മൾ സങ്കല്പം ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇത്തവണത്തെ മാഘം ജനുവരി 18 മുതൽ മൗനി അമാവാസി മുതൽ മാഘത്തിലെ മകം നക്ഷത്രം വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ കാര്യക്രമങ്ങൾ നടന്നു പോകുന്നു. എല്ലാ ദിവസവും രാവിലെ വേദോച്ചാരണത്തോട് കൂടിയിട്ടുള്ള സ്നാനം, പിന്നെ ഏത് സമയത്തും ആളുകൾക്ക് സ്നാനം ചെയ്യാം. ഒരു നവകോടി നാരായണ ജപം അഖണ്ഡമായിട്ട് ക്ഷേത്രത്തിനകത്ത് നടക്കുന്നു. ഒപ്പം നിരവധി വിശേഷാൽ പൂജകൾ, അത് കേരളത്തിൽ സാമുദായിക ഭേദമോ ലിംഗഭേദമോ ഒന്നുമില്ലാതെ എല്ലാ പരമ്പരകളിലെയും ആചാര്യന്മാർ ഒരേപോലെ ആചാര്യസ്ഥാനത്തിരുന്ന് ഒന്നുചേർന്ന് ആ യജ്ഞം നടത്തുന്നു. പിന്നെ നിരവധി വിദ്വത്സാസുകൾ, ഇപ്പോൾ ഒരു ജ്യോതിഷ വിചാരയജ്ഞം നടക്കുകയാണ്. നാളെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ പണ്ഡിതന്മാരെല്ലാവരും കേരളത്തിലെ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിദ്വത്സാസം 30 നടക്കുന്നുണ്ട്. ഇന്നലെ ഇന്ത്യൻ യോഗ അസോസിയേഷൻ്റെ 1008 യോഗ ആചാര്യന്മാരുടെ 108 സൂര്യ നമസ്കാരം നടന്നിരുന്നു. അങ്ങനെ വിവിധ പരമ്പരകൾ, വിവിധ ഹൈന്ദവ സംഘടനകൾ എല്ലാവരും നിരവധി പരിപാടികളുമായിട്ട് ഈ സംഗമത്തെ വലിയ രീതിയിൽ ആ ധർമ്മത്തിൻ്റെ വിജയത്തിനായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു അടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത് അടുത്ത കുംഭമേള എന്ന് പറയുന്നത് എല്ലാ വർഷവും മാഘം നടക്കും. 2028 സിംഹസ്ഥ എന്ന് പറയും. അത് ഉജ്ജയിൻ കുംഭമേളയുടെ അതേ സമയമാണ്. വ്യാഴം ചിങ്ങരാശിയിൽ, സിംഹരാശിയിൽ വരുന്ന സമയം. ഇത് 2028 ഇനി വരും. എല്ലാ പ്രൗഢിയോടും കൂടെ എല്ലാ വർഷവും നടക്കും. എല്ലാ വർഷവും മാഘം നടക്കും. താങ്ക് യു സോ മച്ച്.